ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ ആനുവൽ സെലിബ്രേഷന്. എല്ലാവരും അവരവരുടെ പരിപാടി മികച്ചതാക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ റിഹേഴ്സലിനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും പോയി നന്നായി പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു ടീച്ചർ. ഇങ്ങനെയാണ് വയലിൻ വായിക്കുക. കേൾക്കാൻ ഒരു രസവുമില്ല. ഇതിനേക്കാൾ നന്നായി ഞാൻ വായിക്കും. ഇങ്ങനെയാണോ നീ പാടാൻ പോകുന്നത്? ഒരു താളവുമില്ലല്ലോ. സംഗതി തീരെ പോരാ. ഒരു ഭംഗിയുമില്ല നിന്റെ ചിത്രം കാണാൻ. ഇതിലും നന്നായി ഞാൻ വരയ്ക്കും. എന്ത് പറ്റി ജോമി? നീ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? എന്റെ പാട്ട് കേൾക്കാൻ ഒരു രസവുമില്ലടാ. ഞാൻ പങ്കെടുത്താൽ എനിക്ക് സമ്മാനം ഒന്നും കിട്ടാനും പോകുന്നില്ല. അതെന്താ ഇപ്പോ അങ്ങനെയൊക്കെ പറയുന്നേ? ടോമി പറഞ്ഞു എന്റെ പാട്ട് കേൾക്കാൻ ഒരു താളവുമില്ല എന്ന്. ഓ, അതാണോ കാര്യം? അതവൻ എന്നോടും പറഞ്ഞിട്ടുണ്ട്. എന്റെ വയലിൻ വായന കേൾക്കാൻ ഒരു രസവുമില്ല, ഇതിലും നന്നായി അവൻ വായിക്കുമെന്നൊക്കെ. ദേ, ഇവനോടും പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ വരച്ച ചിത്രം കാണാൻ ഒരു ഭംഗിയുമില്ല, ഇതിലും നന്നായി അവൻ വരയ്ക്കുമെന്നൊക്കെ പറഞ്ഞു. കേട്ടില്ലേ? അത് നീ കാര്യമാക്കണ്ട. നമ്മുടെ കഴിവുകൾ 100% നീതി പുലർത്തിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. Judges, please note chess number 23. അടുത്തതായി പാട്ടാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ 1 ഓൺ സ്റ്റേജ്. അടുത്തതായി ഇന്ന് നടന്ന മത്സരങ്ങളുടെ സമ്മാനദാന ചടങ്ങാണ്. വയലിൻ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അലക്. അടുത്തതായി ഇന്ന് നടന്ന സോങ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജാമിയ. അടുത്തതായി ഇന്ന് നടന്ന ചിത്രരചന കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മുന്തിരിക്കുട്ടൻ. പരിപാടികൾ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നാളെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. നീയും കൂടിക്കോ. നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഞങ്ങൾ പഠിപ്പിച്ചു തരാം നിന്നെ. എന്താ? കുറച്ചുകൂടി ആടിയിട്ട് തരാം. മുത്തശ്ശി, എനിക്ക് ഇവൻ കുതിര കളിക്കാൻ തരുന്നില്ല. എത്ര നേരമായി ഞാൻ ചോദിക്കുന്നെന്നറിയോ? ഇനി കുറച്ചു നേരം എനിക്ക് തരാൻ പറ മുത്തശ്ശി. ഓ, തുടങ്ങിയോ രണ്ടുപേരും രാവിലെ തന്നെ? മുത്തശ്ശി വന്നോ? എന്നാ ഇനി നീ എടുത്തോ. ഇതാ. ഇവനിതെന്ത് പറ്റി? ഇത്ര പെട്ടെന്ന് തരാൻ മാത്രം? മുത്തശ്ശി, ഇന്നൊരു കുതിരയുടെ കഥ പറഞ്ഞു തരുമോ? അമ്പടാ, അപ്പൊ അതാണ് കാര്യം. അതിനെന്താ, വാ
ഇരിക്കി. എന്നാൽ എനിക്കും കേൾക്കണം. എന്തേ, നിനക്കിപ്പൊ കുതിര കളിക്കണ്ടേ? അത് പിന്നെ മുത്തശ്ശിയുടെ കഥ കേൾക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്, അല്ലേ മുത്തശ്ശി? അതെ അതെ, എന്നാ കേട്ടോ. പണ്ടൊരു കാട്ടിൽ വഴി തെറ്റി വന്നൊരു കുതിരയുടെ കഥയാണ് മുത്തശ്ശി പറയാൻ പോകുന്നത്. സിംഹരാജൻ വേട്ട കഴിഞ്ഞ് ദിവസവും പരിവാരങ്ങളോടുകൂടി ദാഹം തീർക്കാനും വിശ്രമിക്കാനും എത്തുക ഈ നദിക്കരയിലാണ്. ഒരു ദിവസം പതിവ് പോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് സിംഹരാജൻ ഒരു ശബ്ദം കേട്ടത്. ഇവിടെ നിന്നാണോ ശബ്ദം കേട്ടത്? അതെന്ത് ജീവിയാണ്? എന്തായാലും പേടിച്ച് നിലവിളിച്ചതല്ല, ചങ്ങാത്തം കൂടാനുള്ള ശബ്ദവുമല്ല. ഇനി ആരെങ്കിലും എന്നെ വെല്ലുവിളിക്കുകയാണോ? അതോ ഏതെങ്കിലും വലിയൊരു ജന്തു ഈ കാട് കീഴടക്കാൻ വന്നതാണോ? സിംഹരാജൻ പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറി കൂടെ വന്ന ചെന്നായയോടും കുറുക്കനോടും ഒരു വാക്കുപോലും പറയാതെ വേഗത്തിൽ നടന്നു. പക്ഷെ കുറുക്കനും ചെന്നായും ഇത് കാണുന്നുണ്ടായിരുന്നു. സിംഹരാജാവിന് ഇതെന്തു പറ്റി? എന്നും പതിവ് പോലെ എല്ലാവരുടെയും ദാഹം തീർത്ത് ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെയല്ലേ നമ്മൾ പോകാറ്. ഇപ്പൊ ഇതെന്ത് പറ്റി? എനിക്കാണേ ദാഹിച്ചിട്ട് വയ്യ. ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ വരാം. സിംഹരാജാവിന് എന്തോ മനപ്രയാസം വന്ന് പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഒന്ന് തിരക്കിയിട്ട് വരാം. നീ ഇവിടെ ഇരിക്ക്. പ്രഭു, അങ്ങ് ദാഹിച്ചു വലഞ്ഞാണ് നദിക്കരയിലെത്തിയത്. എന്നിട്ട് ദാഹം തീർക്കാതെ തിരിച്ചു പോണു. ഇപ്പോഴിതാ ഇവിടെ വന്ന് സങ്കടപ്പെട്ടിരിക്കുന്നു. എന്താണ് ഉണ്ടായതെന്ന് പറയൂ. ഇവനെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, പറയാം. വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. നിങ്ങൾ കേട്ടിരുന്നോ? അതെ, ഞാനും കേട്ടിരുന്നു. ഏതോ ഒരു ജന്തു അലറുന്ന പോലെ തോന്നി. ആ, തോന്നിയല്ലേ? ഇതുപോലൊരു ശബ്ദം ഞാൻ എന്റെ കാട് ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. ഈ കാട് കൈയടക്കാൻ വന്ന ഏതെങ്കിലും ദുഷ്ടമൃഗമാവണം. ഇങ്ങേർക്ക് വട്ടായോ? ഈ കാട് ഞാൻ ഭരിക്കേണ്ടി വരുമോ ഈശ്വരാ? അല്ല, അങ്ങ് ആ ശബ്ദം കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഞാൻ അങ്ങയുടെ മുഖ്യമന്ത്രിയല്ലേ. അങ്ങയുടെ രക്ഷയാണ് എന്റെ ലക്ഷ്യം. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ആ ശബ്ദത്തിനുടമ ആരാണെന്ന് കണ്ടുപിടിക്കാം. ഇത് കേട്ട സിംഹത്തിന് സന്തോഷമായി. എന്നാൽ അങ്ങനെ ആവട്ടെ. ഇതും പറഞ്ഞു കുറുക്കൻ ആ ശബ്ദത്തിനുടമ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. ആരാത്? ആരാന്നാ ചോദിച്ചത്? അത് ചോദിക്കാൻ താനാരാ? ഞാനോ? ഞാൻ ഈ കാട് വാഴുന്ന സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണ്. നിന്നെ ഇതിനു മുന്നേ ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. നീ ഏതാ? ഓ, സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണല്ലേ. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാനൊരു 2 ആഴ്ചയായി ഈ കാട്ടിൽ വന്നിട്ട് എന്റെ യജമാനുമായി പോകുമ്പോൾ കാലുവഴുതി ഞാൻ ഈ പുഴക്കരയിൽ വീണു. പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. യജമാനൻ എന്നെ ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ മെല്ലെ എന്റെ കാലിന്റെ അസുഖം മാറി. അങ്ങനെ ഞാൻ ഈ കാട്ടിൽ കൂടി. ഇവനെ വെച്ചൊരു കളി കളിക്കാം. വേട്ടയ്ക്ക് പോയി ഒന്നും കിട്ടാത്തതിന്റെ ക്ഷീണം മാറ്റുകയും ചെയ്യാം. നിങ്ങളൊരു നല്ല മനസ്സിനുടമയാണ്. കണ്ടാലറിയാം. നിങ്ങളുടെ രാജാവിനോട് പറഞ്ഞ് എനിക്ക് ജീവിതകാലം മുഴുവൻ ഈ കാട്ടിൽ താമസിക്കാൻ അനുവാദം വാങ്ങി തരണം. ഞാൻ നോക്കട്ടെ. ഞാൻ ആദ്യം അദ്ദേഹവുമായി സംസാരിക്കട്ടെ. മന്ത്രി രാജാവിന്റെ അരികിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. പ്രഭു, അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. അതൊരു സാധാരണ കുതിരയാണ്. ആണോ? എന്നാൽ നിനക്കതിനെ നമ്മുടെ ഇന്നത്തെ വേട്ടമൃഗമാക്കാമായിരുന്നില്ലേ?
എനിക്കൊറ്റയ്ക്ക് എന്തായാലും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആ കുതിരയോട് പറഞ്ഞു, ഈ കാട് ഭരിക്കുന്ന സിംഹരാജാവ് ഒരു പാവമാണ്. നീ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ അതിഥിയാണ്. അതിനാൽ എന്റെ രാജാവിന്റെ കൂടെ താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. കൊള്ളാം, നിന്റെ ബുദ്ധി അപാരം തന്നെ. നമുക്കൊരുമിച്ച് അവനെ ഇവിടെ വെച്ച് ശരിപ്പെടുത്താം. ഒരു കുട്ടി പോലും അറിയില്ല. അങ്ങനെ ഇതൊന്നും അറിയാത്ത പാവം കുതിര സിംഹത്തിന്റെ ഗുഹയിലേക്ക് കയറി. തക്കം പാർത്തിരുന്ന സിംഹവും കുറുക്കനും കൂടി കുതിരയെ ശരിപ്പെടുത്തി വീതിച്ചെടുത്തു. ബുദ്ധിശാലികൾ കൗശലത്താൽ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കും. ഏത് ശക്തിയും അവരുടെ തന്ത്രത്തിനു മുന്നിൽ കീഴ്പ്പെടും. ഒരിക്കൽ പേർഷ്യയിൽ നിന്നും ഒരു കുതിര കച്ചവടക്കാരൻ രാജാവിനെ കാണാൻ കൃഷ്ണപുരത്തേക്ക് വന്നു. പ്രഭു, ഇത് പേർഷ്യയിലെ മുന്തിയ ഇനം കുതിരകളിൽ ഒന്നാണ്. അങ്ങേക്ക് വേണ്ടി ഇതുപോലൊരെണ്ണം ഞാൻ പേർഷ്യയിൽ നിന്നും വരുത്തിക്കോട്ടെ. അതിമനോഹരം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് കൃഷ്ണപുരത്തെ കുതിരയേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കും. ഭലേ ബേഷ്. എന്നാൽ എന്തായാലും നമുക്ക് ഇതുപോലെ ഒരു കുതിരയെ എത്രയും പെട്ടെന്ന് തന്നെ വേണം. പ്രഭു, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പേർഷ്യയിൽ നിന്നുള്ള കുതിരയായതുകൊണ്ട് മുൻകൂർ പണം അടിക്കണം. അതിനെന്താണ് മന്ത്രി, ഇയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കൂ. പണം വാങ്ങി കുതിര കച്ചവടക്കാരൻ പേർഷ്യക്ക് പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മന്ത്രി, നാമിനൊരു കൗതുകം. എന്താണ് പ്രഭു, പറഞ്ഞാലോ? നമ്മുടെ രാജ്യത്തെ മുഴുവൻ വിഡ്ഢികളുടെയും ഒരു പട്ടിക തയ്യാറാക്കണം. ഉത്തരവ് മഹാരാജൻ. പക്ഷേ എനിക്ക് 2 ദിവസത്തെ സമയം തരണം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രി രാജ്യത്തെ വിഡ്ഢികളുടെ പട്ടികയുമായി രാജസന്നിധിയിലെത്തി. അതിൽ ആദ്യത്തെ പേര് തന്നെ തന്റേതാണെന്ന് കണ്ട രാജാവ് ക്ഷുഭിതനായി. എന്ത് വിഡ്ഢിത്തമാണിത് ബീർബൽ? താങ്കളോട് രാജ്യത്തെ വിഡ്ഢികളുടെ പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ട് ഇതിൽ ആദ്യത്തെ പേര് എന്റേതാണല്ലോ. ക്ഷമിക്കണം പ്രഭു, പക്ഷേ അതിന് തക്കതായ കാരണമുണ്ട്. എന്ത് കാരണം? ബീർബൽ നമ്മെ കളിയാക്കുകയാണോ? കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നല്ല ഇനം പേർഷ്യൻ കുതിരകളെ വാങ്ങാനായി അങ്ങ് ഒരു കുതിര കച്ചവടക്കാരന് മുൻകൂറായി പണം കൊടുത്തിരുന്നില്ലേ? ഉവ്, അതിനെന്താണ്? അങ്ങൊരു വിഡ്ഢിയല്ലായിരുന്നുവെങ്കിൽ യാതൊരു മുൻ പരിചയവുമില്ലാത്ത ഒരു പരദേശിക്ക് കുതിരകൾക്കുള്ള മുഴുവൻ തുകയും മുൻകൂറായി കൊടുക്കുമായിരുന്നു. അയാളിപ്പോൾ പണവും വാങ്ങിയിട്ട് എത്രയോ നാളുകളായി. ആ പണവും കൊണ്ട് അയാൾ മുങ്ങിയില്ലേ? അയാൾ മുങ്ങിയതാണെന്ന് ആര് പറഞ്ഞു? അയാൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വൈകിയതായിക്കൂടെ? അയാൾ അല്പമെങ്കിലും ബുദ്ധിയുള്ളവനാണെങ്കിൽ അയാൾ ആ വെറുതെ കിട്ടിയ പണം നഷ്ടപ്പെടുത്തുകയില്ല. അഥവാ ഇനി കുതിരകളെയും കൊണ്ട് അയാൾ വരികയാണെങ്കിൽ അന്ന് അങ്ങയുടെ പേര് ഈ പട്ടികയിൽ നിന്ന് വെട്ടി പകരം അയാളുടെ പേര് ചേർത്ത് കൊള്ളാം. അതുവരെ അങ്ങ് തന്നെയാണ് 1ാം സ്ഥാനത്തിന് അർഹൻ. രാജാവിന് മറുപടിയില്ലായിരുന്നു. അപരിചിതനായ ഒരാളെ വിശ്വസിച്ച് പണം കൊടുത്തത് അബദ്ധമായി പോയെന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടിരുന്നു. ഇനി എന്തു ചെയ്യും മന്ത്രി? എന്തായാലും രാജാവിനെ കബളിപ്പിക്കാനുള്ള ധൈര്യം അയാൾക്കുണ്ടാവില്ല. ഏതെങ്കിലും ഒരു കുതിരയുമായി അയാൾ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ മന്ത്രി പറഞ്ഞത് പ്രകാരം കച്ചവടക്കാരൻ മറ്റൊരു കുതിരയുമായി വന്നു. എന്തു പറ്റി? കുറെ മാസങ്ങളായല്ലോ നിങ്ങൾ പോയിട്ട്. അത് പിന്നെ പേർഷ്യയിൽ നിന്നും കപ്പൽ വഴി എത്തിക്കണ്ടേ, അതാണ് നേരം വൈകിയത്. ശരി ശരി, പേർഷ്യൻ കുതിരകളെ കൃഷ്ണപുരത്തെ കുതിരകളെക്കാൾ മികച്ചത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നമുക്കതൊന്ന് തെളിയിക്കാൻ നമ്മുടെ കുതിരയുമായി ഒരു കുതിരയോട്ടം വെക്കാം. എന്താ? അല്ല, അത് വേണോ? രാജാവിന്റെ കുതിര തോറ്റ രാജാവിനല്ലേ അതിന്റെ മോശം? അത് ഞാനങ്ങ് സഹിച്ചു. കുതിരയോട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കട്ടെ. ആരെവിടെ? അങ്ങനെ മത്സരം ആരംഭിച്ചു. കച്ചവടക്കാരൻ കൊണ്ടുവന്ന പേർഷ്യൻ കുതിര കൃഷ്ണപുരത്തെ കുതിരയോട് തോറ്റു. ഇവൻ പറ്റിച്ചു ജീവിക്കുന്ന ആളാണ്. ഇവന്റെ ചതിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കൂ. ഉടൻ തന്നെ ഇവനെ തുറങ്കിലടയ്ക്കൂ. അങ്ങനെ മന്ത്രിയുടെ സമയോചിതമായ ഇടപെടൽ കാരണം രാജാവിന്റെ പണം തിരിച്ചു കിട്ടി.
പോയി കൈ രണ്ടും സോപ്പിട്ട് കഴുകി വാ, എന്നിട്ട് അത് എടുത്ത് കഴിച്ചാൽ മതി. ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ കൈകൾ രണ്ടും കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാനെന്ന്? ഓക്കേ, ഞാൻ കൈ കഴുകിയിട്ട് വരാം. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയതായി പറയാം. ഇത്ര പെട്ടെന്ന് കൈ കഴുകി കഴിഞ്ഞോ? നോക്കട്ടെ, കൈ കാണിക്ക്. ഇങ്ങനെയാണോ കൈ കഴുകുക? വാ, അമ്മ കാണിച്ചു തരാം. നോക്കൂ, ആദ്യം നമ്മൾ കൈകൾ രണ്ടും നന്നായി നനയ്ക്കുക. എന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് ഉള്ളം കൈകൾ രണ്ടും നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ കൈകളുടെ പിൻഭാഗം നന്നായി കഴുകുക. ആദ്യം വലത് കൈ, പിന്നെ ഇടത് കൈ. എന്നിട്ട് നിങ്ങളുടെ വിരലുകൾ ഇന്റർലോക്ക് ചെയ്ത് കൈകൾ നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ 2 തള്ളവിരലുകളും നന്നായി കഴുകുക. പിന്നെ നിങ്ങളുടെ 2 വിരലുകളുടെയും അഗ്രം കഴുകുക. ഇതുവഴി നമ്മുടെ വിരലിലെ അഴുക്ക് പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിയും. ഇനി ചെയ്യേണ്ടത് ഇടത് കൈകൊണ്ട് വലത് കൈത്തണ്ട കഴുകുക. അതിനുശേഷം വലത് കൈകൊണ്ട് ഇടത് കൈത്തണ്ടയും കഴുകുക. ഇനി നിങ്ങളുടെ കൈകളിലുള്ള സോപ്പ് വെള്ളം കൊണ്ട് പൂർണ്ണമായും കഴുകിക്കളയുക. അതിനുശേഷം വൃത്തിയുള്ള തൂവാല കൊണ്ട് കൈകൾ തുടയ്ക്കുക. ഇനി കൈകൾ കഴുകുമ്പോൾ ഇതുപോലെ 20 സെക്കൻഡ് കഴുകിയാലേ കൈകളിലെ അണുക്കൾ പൂർണ്ണമായും നശിക്കുകയുള്ളൂ. ഇനി മുതൽ ഇങ്ങനെ വേണം കൈ കഴുകാൻ. മനസ്സിലായോ? കൈ കഴുകാതെ ഭക്ഷണം തൊടരുത്, കഴിക്കരുത്. ശരി അമ്മേ. വിശക്കുന്നു. പോയി കൈ കഴുകുക. നല്ലോണം സോപ്പിട്ട് കഴുകണം. ഇന്നലെ അമ്മ കാണിച്ചു തന്നില്ലേ, അതുപോലെ. അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. ആ, അമ്മ അറിയാനൊന്നും പോകുന്നില്ല. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയെന്ന് പറയാം. അമ്മേ, ഗുഡ് നൈറ്റ്. അയ്യോ, എനിക്ക് വയറ് വേദനിക്കുന്നു അമ്മേ. ഓടി വായോ. എന്തു പറ്റി ജോമി? എന്തിനാ കരയുന്നത്? എനിക്ക് വയറുവേദന എടുക്കുന്നു മമ്മി. സാരമില്ല, നമുക്ക് ഡോക്ടറെ കാണിക്കാം. കരയണ്ട കേട്ടോ. ജോമി, നീ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകാറില്ലേ? അത് പിന്നെ കൈ കഴുകിയില്ലെങ്കിൽ ഇതുപോലെ വയറുവേദന വരും. പിന്നെ സൂചി വെക്കും, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. വേണോ? അയ്യോ വേണ്ട ഡോക്ടർ. ഞാൻ ഇനി മുതൽ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കില്ല. ഗുഡ് ഗേൾ. ഞാൻ കുറച്ച് മരുന്ന് തരാം, അത് സമയത്തിന് കഴിക്കണം. എല്ലാം ശരിയാവും. നാളെ മുതൽ സ്കൂളിൽ പോകാം. പക്ഷെ ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം. കൈകൾ എപ്പോഴും സോപ്പിട്ട് വൃത്തിയായി സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ. എന്നാലേ അസുഖം വരാതെ നോക്കാൻ പറ്റൂ. തീർച്ചയായും ഡോക്ടർ. ഹായ്, നല്ല നെയ്യപ്പത്തിന്റെ മണം. അമ്മ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വാ, പോയി നോക്കാം. അമ്മേ, മുത്തശ്ശി എവിടെ പോയി? കോഴികളെ നോക്കി പുറത്തുണ്ട്. മുത്തശ്ശി, അമ്മ അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടോ? എങ്ങനെയുണ്ട് നെയ്യപ്പം? ഇഷ്ടമായോ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് മുത്തശ്ശിക്ക് അറിയാമോ? ഇത് നല്ല വറുത്ത അരിപ്പൊടിയും ശർക്കരയും എള്ളും പഴവും നെയ്യും ഏലക്കായും എല്ലാം ചേർത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതാണ്.
നല്ല രസമുണ്ട് കഴിക്കാൻ. ഇനി എന്നും അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയണം. അയ്യോ അയ്യോ മുത്തശ്ശി, എന്റെ നെയ്യപ്പം കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. സാരമില്ല, കരയണ്ട. മുത്തശ്ശി വേറെ എടുത്തു തരാം. കരയല്ല മോളെ. എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? അവളുടെ നെയ്യപ്പം കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഓ, അതാണോ കാര്യം? അത് സാരമില്ല, പോട്ടെ. ദാ ഇവിടെ ഇനിയും ഉണ്ടല്ലോ നെയ്യപ്പം. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഒരു കാക്കയുടെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ? എന്നാൽ ഇന്ന് മോളുടെ നെയ്യപ്പം കട്ടുകൊണ്ടുപോയ ആ കാക്കയുടെ കഥ തന്നെ ആവട്ടെ. മോളുടെ നെയ്യപ്പവുമായി കാക്ക നേരെ പോയത് ഒരു കാട്ടിലേക്കാണ്. അപ്പോഴാണ് ഒരു കുരങ്ങൻ അതുവഴി വന്നത്. പെട്ടെന്നാണ് നെയ്യപ്പത്തിന്റെ മണം കുരങ്ങന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹായ്, എവിടെ നിന്നാണ് ഈ മണം വരുന്നത്? കുരങ്ങൻ മണം വരുന്ന സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. നല്ല നെയ്യപ്പത്തിന്റെ മണമാണല്ലോ. ഈ കാട്ടിലിപ്പോ ഇതാരാണ് ഇത്രയും മണമുള്ള നെയ്യപ്പം ഉണ്ടാക്കാൻ? അതും ഞാൻ അറിയാതെ. ഇത് കണ്ട കൊതിയനായ കുരങ്ങൻ മുളച്ചിറക്കി. അപ്പോ അവിടെ നിന്നാണ് മണം വന്നത്. ഇവൾക്ക് ഇത് എവിടുന്ന് കിട്ടി? ആ നെയ്യപ്പം കുറച്ച് ചോദിച്ചു നോക്കിയാലോ? അങ്ങനെ ചോദിച്ച ഉടനെ തന്നെ തരാൻ മാത്രം മണ്ടിയല്ല. എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിക്കണം. സൂത്രത്തിൽ ചോദിച്ചാലേ കിട്ടൂ. കറുപ്പ് തായ് എനക്ക് പിടിച്ച കളറേ തന്നെ താനേ. എന്താ കുരങ്ങച്ചാരെ, പാട്ടൊക്കെ പാടി നല്ല സന്തോഷത്തിലാണല്ലോ. അത് പിന്നെ എന്റെ പാട്ട് നിങ്ങൾക്കൊക്കെ അല്ലേ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്? എന്റെ പാട്ട് കൊണ്ട് എന്നെ പണ്ട് നാട് കടത്തിയവരല്ലേ നിങ്ങൾ. എനിക്ക് എന്റെ പാട്ട് അന്നും ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും കിട്ടുന്ന സന്തോഷം നിങ്ങളെപ്പോലെ സംഗീത ബോധമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആര് പറഞ്ഞു എനിക്ക് സംഗീത ബോധമില്ല എന്ന്? കുയിൽ റഹ്മാന്റെ മ്യൂസിക് ട്രൂപ്പിൽ പാടാൻ ക്ഷണം കിട്ടിയതാ എനിക്ക്. ഞാൻ പോവാഞ്ഞിട്ടല്ലേ? ഓ പിന്നെ ഉളുവടിക്കാതെ. ഹേയ്, ഉളുവടിച്ചതല്ല. സത്യം പറഞ്ഞാൽ എന്റെ പാട്ടിനോട് മത്സരിക്കാൻ കുയിൽ റഹ്മാന് പോലും ആവില്ല. അതുകൊണ്ടല്ലേ അങ്ങേരുടെ ട്രൂപ്പിലേക്ക് പാടാൻ വിളിച്ചത്. അപ്പോൾ അതാണ് കാര്യം. എന്ത് കാര്യം? ഈയിടെയായി കാട്ടിലൊരു സംസാരമുണ്ട്. എന്ത് സംസാരം? എന്നേക്കാൾ നല്ല പാട്ട് നിന്റെയാണെന്ന്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ശരിയാണോ എന്നറിയാൻ നമുക്കൊരു മത്സരം വെച്ചാലോ? എന്താ? അതിനെന്താ, ഞാൻ റെഡി. എന്നാൽ തുടങ്ങിയേക്കാം. ആദ്യം നിന്റെ പാട്ട് തന്നെ ആയിക്കോട്ടെ. കറുപ്പിനഴക് ഓ വെളുപ്പിനഴക്. ഓ നിർത്ത്. ഇങ്ങനെയാണോ പാടുക? സംഗതി വന്നില്ല. പാടുമ്പോ ശരീരം അതിൽ ലയിച്ചില്ലാതാകണം. പാടുമ്പോൾ നമ്മളറിയാതെ ആടണം. ഓക്കെ എന്നാ പിടിച്ചോ. കറുപ്പിനഴക് ഓ വെളുപ്പിനഴക്. അയ്യോ! കാക്ക ആടിപ്പാടിയപ്പോൾ നെയ്യപ്പം പെട്ടെന്ന് താഴേക്ക് വീണു. താങ്ക്സ്. എന്നാ ഞാൻ അങ്ങോട്ട്. നിന്റെ പാട്ട് തന്നെ സൂപ്പർ. കള്ളക്കുരങ്ങ, പണി പറ്റിച്ചില്ലേ? കുരങ്ങൻ നെയ്യപ്പം കിട്ടിയ സന്തോഷത്തിൽ നടന്നുപോയി. അപ്പോഴാണ് അതുവഴി നമ്മുടെ ആനക്കുട്ടി നടന്നു വന്നത്. അയ്യോ, ആനക്കുട്ടിയല്ലേ ആ വരുന്നത്? അവൻ ഈ നെയ്യപ്പം കണ്ടാൽ വേണ്ടി വരും. അവന് മൂക്കിൽ വലിക്കാൻ പോലും ഇത് കാണില്ല. എന്നാലും അവൻ കാണാതെ ഇത് ഒളിപ്പിച്ചു വെക്കാം. എങ്ങോട്ടാ കുരങ്ങച്ച പതിവില്ലാതെ? ഒന്നുമില്ല, ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ.
എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. മോർണിംഗ് വാക്ക് ഉച്ചക്ക്. സത്യം പറ, എന്താ ഒരു കള്ളലക്ഷണം? ഹേയ്, അത് ജന്മനാ ഉള്ളതാ, ഒന്നുമില്ല. നിനക്ക് തോന്നുന്നതാ. അതെനിക്കറിയാം. എന്താ നിന്റെ കയ്യിൽ? നോക്കട്ടെ. ഒന്നുമില്ല, ദാ കണ്ടില്ലേ? അപ്പോഴാണ് കാക്ക അതുവഴി വന്നത്. ആനച്ചാരെ, ഈ കുരങ്ങൻ എന്റെ കയ്യിൽ നിന്നും നെയ്യപ്പം സൂത്രത്തിൽ കൈക്കലാക്കി. അമ്പട കള്ള. അപ്പൊ അതാണല്ലേ എന്റെ മുന്നിൽ ഒളിച്ചു കളിച്ചത്? അത് പിന്നെ നല്ല നെയ്യപ്പം കഴിച്ചിട്ട് കാലം കുറെ ആയി. നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ തരുമായിരുന്നല്ലോ. ആ നെയ്യപ്പം ഇങ്ങു തന്നെ, നമുക്കെല്ലാവർക്കും വീതിച്ചെടുക്കാം. അതല്ലേ കാട്ടിലെ നിയമം. അങ്ങനെ ആ നെയ്യപ്പം അവർ പരസ്പരം വീതിച്ചു കഴിച്ചു. സൂത്രത്തിൽ നേടുന്നതൊന്നും ശാശ്വതമല്ല. പ്രഭു, എന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് സന്ദേശം വന്നിരിക്കുന്നു. എനിക്ക് 2-3 ദിവസം അവിടെ വരെ പോകാനുള്ള അനുവാദം അങ്ങൊന്ന് നൽകണം. വേഗം പോയി വരൂ മന്ത്രി. ഒരു ഭടനെയും കൂട്ടിക്കൊള്ളൂ. കുതിരവണ്ടി ഞാൻ ഏർപ്പാടാക്കാൻ പറയാം. മന്ത്രി കുതിരവണ്ടിയിൽ നാട്ടിലേക്ക് പോയി. മന്ത്രി നാട്ടിലേക്ക് പോയതോടുകൂടി രാജാവ് ഒറ്റയ്ക്കായി. ചെക്ക്. ഇനി മന്ത്രി കളിക്കൂ. കാണട്ടെ മിടുക്ക്. മന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ചതുരംഗം കളിച്ചു, രാജ്യകാര്യങ്ങൾ സംസാരിച്ചു. രാജാവ് സമയം പോയത് അറിഞ്ഞിരുന്നില്ല. രാജാവ് ഉറങ്ങാൻ കിടന്നു. പക്ഷേ ഉറക്കം മാത്രം വന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. മന്ത്രി വന്നില്ല. രാജാവ് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഒരു ദിവസം സഹികെട്ട് രാജാവ് കൊട്ടാരത്തിനുള്ളിലൂടെ നടക്കാനിറങ്ങി. അങ്ങുന്നെന്താ ഈ സമയത്ത്? സമയം ഒരുപാടായല്ലോ. ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല ഖജാൻജി. എന്തു പറ്റി? അറിയില്ല. 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. ഉറക്കം കിട്ടാൻ ഇപ്പൊ എന്താ ചെയ്യാ? ആ മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വിദ്യകൾ പറഞ്ഞു തരുമായിരുന്നു. എനിക്കൊരു വിദ്യ തോന്നുന്നു. എന്താണ്? വേഗം പറയൂ. ഇത് ഞാൻ രാജകീയ നിധികൾ മിനുക്കിയെടുക്കുന്ന തുണിയാണ്. ഈ തുണി കൊണ്ട് നിധി വൃത്തിയാക്കുമ്പോഴെല്ലാം ഞാൻ മയങ്ങിപ്പോകും. ആണോ? എന്നാൽ ആ തുണി ഇനി എനിക്ക് തരൂ. ഞാൻ ചെയ്തു നോക്കട്ടെ. പക്ഷെ പ്രഭു, ആരെങ്കിലും കണ്ടാൽ? രാജാവായ ഞാനല്ലേ നിങ്ങളോട് ചോദിക്കുന്നത്. ഇങ്ങ് തരൂ. ഇനി ഞാൻ വൃത്തിയാക്കാം. ഗജാഞ്ചി തുണി രാജാവിന് കൈമാറി. രാജാവ് ഗജാഞ്ചിയുടെ കൂടെ തുണിയെടുത്ത് നിധി മിനുക്കാൻ തുടങ്ങി. താമസിയാതെ നാണയങ്ങൾ തിളങ്ങി, വജ്രങ്ങൾ തിളങ്ങി, നീലക്കല്ലുകൾ തിളങ്ങി. രാജാവ് അതെല്ലാം മിനുക്കി. രാജാവേ, ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പോയി കിടന്നോട്ടെ. നിനക്ക് ഇത്ര പെട്ടെന്ന് ഉറക്കം വന്നോ? എനിക്ക് വന്നില്ലല്ലോ. ആ, ശരി ശരി, പോയി കിടന്നോളൂ. തന്റെ ജോലി പൂർത്തിയാക്കിയതിന് ഗജാഞ്ചി രാജാവിനോട് നന്ദി പറഞ്ഞ് ഉറങ്ങാൻ പോയി. രാജാവിന് ഉറക്കം വന്നില്ല. രാജാവ് കൊട്ടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പെട്ടെന്നാണ് അടുക്കളയിൽ നിന്നും ഒരു സ്വാദിഷ്ടമായ ഗന്ധം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹായ്. ഒരു പക്ഷേ സ്വാദിഷ്ടമായ ലഘുഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മുടെ പാചകക്കാരന് നമ്മെ ഉറങ്ങാൻ സഹായിക്കാൻ പറ്റുമായിരിക്കും. രാജാവ് വേഗം കൊട്ടാര അടുക്കളയിലേക്ക് പോയി. കൊട്ടാരം അടുക്കളയിൽ പാചകക്കാരൻ അടുത്ത ദിവസത്തെ റൊട്ടിക്ക് വേണ്ടിയുള്ള മാവ് കുഴയ്ക്കുന്ന തിരക്കിലായിരുന്നു. അമ്മ ഈ സമയത്ത് അടുക്കളയും? സമയം ഒരുപാടായല്ലോ. ഉറങ്ങിയില്ലേ? അതോ അങ്ങേക്ക് വിശക്കുന്നുണ്ടോ? ഉറക്കം വരുന്നില്ല. അതെന്ത് പറ്റി? അറിയില്ല. 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ദിവസവും ഉറങ്ങാറ്? ഉറക്കം കിട്ടാൻ ഇപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ? ഇത്ര ഉള്ളോ കാര്യം? അതിനൊരു വിദ്യ എന്റെ കയ്യിലുണ്ട്. അടുത്ത ദിവസത്തെ റൊട്ടിക്ക് വേണ്ടി മാവ് കുഴയ്ക്കുന്ന എല്ലാ രാത്രിയിലും എനിക്ക് ഉറക്കം വേഗം വരുന്നുണ്ട്. അതിനാൽ അന്നും ഇതുപോലെ മാവ് കുഴച്ചു നോക്കും. ഉറക്കം പെട്ടെന്ന് വരും. ഇത് കേട്ട് രാജാവിന് സന്തോഷമായി. തന്റെ തൊട്ടു മുന്നിൽ ഒരു മാവ് കൂമ്പാരമായി ഒരുങ്ങുകയും ചെയ്തു. രാജാവും പാചകക്കാരന്റെ കൂടെ മാവ് കുഴയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പാചകക്കാരന്റെ പണി പെട്ടെന്ന് തീർന്നു.
രാജാവേ, ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പോയി കിടന്നോട്ടെ. നിനക്കും ഇത്ര പെട്ടെന്ന് ഉറക്കം വന്നോ? ആ ശരി ശരി, പോയി കിടന്നോ. മാവ് ഉണ്ടാക്കിയതിന് പാചകക്കാരൻ രാജാവിനോട് നന്ദി പറഞ്ഞു ഉറങ്ങാൻ പോയി. രാജാവിന് ഉറക്കം വരാത്തതിൽ സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. അവസാനം രാജാവ് സങ്കടത്തോടെ കട്ടിലിൽ വന്ന് കിടന്നു. കിടന്നതും നമ്മുടെ ഉറക്കമില്ലാത്ത രാജാവ് ഉറങ്ങിപ്പോയി. എങ്ങനെയെന്നല്ലേ? ദിവസം മുഴുവൻ ജോലിയില്ലാത്തതിനാൽ രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ കൊട്ടാരത്തിലെ എല്ലാവർക്കും ഉറങ്ങാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് രാജാവ് അത്ഭുതപ്പെട്ടു. എന്നിരുന്നാലും രാജാവ് തന്റെ ആളുകളുടെ ചില ജോലികൾ ചെയ്തപ്പോൾ താനേ ക്ഷീണിതനായി കിടക്കയിൽ കിടന്നയുടനെ ഉറങ്ങിപ്പോയി. കഠിനാധ്വാനം നിറഞ്ഞ ഒരു ദിവസത്തിൽ നിന്നാണ് രാത്രി നല്ല ഉറക്കം ലഭിക്കുന്നത്.